പിന്നെ ആദലുവായ, ഏതാ ഈ ആദലുവായ? വിശുദ്ധ ഖുർആനിൽ ഏറ്റവും നീതി അറിയിക്കുന്ന നഹ്ല്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബ വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്ന് തുടങ്ങുന്ന ആയത്ത്. പിന്നെ അർജ ആയ എന്താ? ഏറ്റവും പ്രതീക്ഷ സമ്മാനിക്കുന്ന ആയത്ത്, ഏറ്റവും പ്രതീക്ഷ പകരുന്ന ആയത്ത് ഏതാ വിശുദ്ധ ഖുർആനിൽ? 11ഓളം ആയത്തുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആനിൽ ഏറ്റവും പ്രതീക്ഷ പകരുന്ന ആയത്ത്. അതിലൊന്നാണ് സുമറിലായത്ത്, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത് എന്ന് ആരോടാ പറയണത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, വലിയ കുറേ തെറ്റുകൾ ചെയ്തവരാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും അർജ ആയ എന്നാണ്. ചിലർ പറഞ്ഞതല്ല, ചിലർ പറഞ്ഞത് ആയത്തുദ്ദൈൻ. എന്താ ആയത്തുദ്ദൈൻ? ആയത്തുദ്ദൈൻ ഏതാ? കടത്തിൻ്റെ വിഷയത്തിൽ അവതീർണമായ ആയത്ത്. കടം കൊടുക്കുന്ന വിഷയത്തിൽ പിന്നെ എഴുതുന്നതിനെക്കുറിച്ച്, സാക്ഷി നിർത്തുന്നതിനെക്കുറിച്ച്, ഇനി സാക്ഷി ഇല്ല എങ്കിൽ അതിനെക്കുറിച്ച്, എഴുതാൻ കഴിയാത്തവനാണെങ്കിൽ അതിനെക്കുറിച്ച് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉള്ള ആയത്ത്. അതാണ് ഏറ്റവും വിശുദ്ധ ഖുർആനിലെ അത്വൽ ആയ ദീർഘം കൂടിയ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബുഹ് എന്ന് തുടങ്ങുന്ന ആയത്ത്. അതാണ് ഏറ്റവും അർജ ആയത്ത് എന്ന് പറയാൻ കാരണം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ 6236 ആയത്തുകൾ. ഈ 6236 ആയത്തുകൾ ഏറ്റവും ലോങ് ആയത്ത് ഏതാണ്? ഈ ആയത്തുദ്ദൈനാണ്. ഏറ്റവും ഒരു പേജ് ഒരായത്താണ്. അത് ഒരു ദാസൻ്റെ ഇടപാടിൻ്റെ വിഷയത്തിലാണ് തുടങ്ങിയത്. ഒരു മനുഷ്യൻ കടം കൊടുക്കുമ്പോൾ ആ കടം എഴുതുന്നതുമായി ബന്ധപ്പെട്ടാണ് ആയത്ത്. അപ്പോൾ പണ്ഡിതന്മാർ പറയാണ്, ഒരു ദാസൻ്റെ ഹക്ക്, അവകാശം, അതിൻ്റെ വിഷയത്തിൽ അള്ളാഹു ഇത്ര വലിയൊരായത്ത് ഇറക്കിയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ദാസന്മാരോട് എത്ര കനിവുള്ളവനാണ് അള്ളാഹു. ദാസന്മാരുടെ വിഷയത്തിൽ എത്ര ശ്രദ്ധയുള്ള ദാസന്മാരെ പരിഗണിച്ച അള്ളാഹുവാണ്. ഒരു സ്വത്തിൻ്റെ വിഷയത്തിൽ ഇത്ര അള്ളാഹു സുബ്ഹാനഹു വ തആല മഹനീയമായ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ അള്ളാഹിനെ പിന്നെ നിരാശപ്പെടേണ്ട കാര്യമല്ല അള്ളാഹിനെ കുറിച്ച് എന്നുള്ളതാണ് അർജ ആയ. ചിലർ പറഞ്ഞത് വേറെയും കുറേ ആയത്തുകൾ, നബ്ബി ഇബാദി അന്നിയാനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം എന്ന 2 ആയത്തുകളാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ പിന്നെ വേറെയും ഖുൽ കുല്ലു യഅമലു അലാ ശാകിലതിഹി എന്നുള്ള ആയത്താണ്. അതേപോലെ തന്നെ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ എന്ന ആയത്താണ്. ഇങ്ങനെ പല ആയത്തുകളും ആ ഗണത്തിൽ പറഞ്ഞിട്ടുണ്ട്.